ആർപ്പോ ഇപ്രാവശ്യത്തെ ഓണം നമ്മുടെ നാട്ടുകാരും കുടുംബക്കാരും കൂട്ടുകാരും കൂടിയിട്ടുള്ളതാണ്. ഹാപ്പി ഓണം. പിന്നെ ഇപ്രാവശ്യം ഓണത്തിന് വേറെ പ്രത്യേകത കൊണ്ടുണ്ട്. ഇത് ഞങ്ങൾ ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും ഓരോ ഐറ്റം ഉണ്ടാക്കിക്കൊണ്ട് ഓരോ ഐറ്റം 2 ഐറ്റം അല്ലേ. ഇത്രയും നന്നായിട്ട് ഒരു ഓണം അടുത്തൊന്നും കൂടിയിട്ടില്ല. എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി? ഏതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത്ര അധികം നല്ല കുത്തിരിച്ചോറ്, സാമ്പാർ, പിന്നെ കൂട്ടുകറി, പിന്നെ ഓരൻ, അച്ചാറ്, ഇഞ്ചിക്കറി, പിന്നെ മോരുകറി. ഒന്നിനും ദോഷം പറയാൻ പറ്റില്ല, എല്ലാം സൂപ്പർ. പായസം. എനിക്ക് ഇഷ്ടപ്പെട്ടത് മജീദ് കട ഷുഗർ ഫ്രീ അടപ്രഥമൻ, പരിപ്പ് പായസം, പാലട, പപ്പടം പറഞ്ഞില്ല. ഇല ഉൾപ്പെടെ 31 ഐറ്റം ആയിട്ടാണ്. അതും എല്ലാവരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള കറികള്. എന്താ ഉണ്ടാക്കിയത്? പാലട. അതാണ് പറഞ്ഞത്, ഷുഗർ ഫ്രീ പാലട. അതെ. അപ്പൊ അങ്ങനെ ഓരോരുത്തർ ചോദിക്കുകയാണെങ്കിൽ എല്ലാരും എല്ലാ തരത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സദ്യ അടിപൊളിയല്ലേ? അടിപൊളി. അത്ര എൻജോയ്മെന്റ് എവിടെ പോലെ കിട്ടുക? എവിടെ കിട്ടില്ല. മേളം ചേങ്ങിലയുണ്ടേ, താളം പൂവിലിയുണ്ടേ, നെഞ്ചിൽ നേരിൻ നേദ്യ താളമുണ്ടേ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം എല്ലാരോടും ഹാപ്പി ഓണം. തകതകതെയ്താരോ തകതെയ്താരോ തകതെയ്താരോ തകതെയ്താരോ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആഹൃതം നാർപ്പുമൊട്ടിയതാനും ും കാലം അവൻ കുഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ കൂട്ടരെ? അവൾ കുഞ്ചി പറഞ്ഞ കഥ, അവൾ കുഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ അടിമുഖ കണ്ട് കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട്. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ അടിമുഖ കണ്ട് അവൾ കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട്. ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനക്കുള്ള സ്വീകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. കുഞ്ഞിനെ കണ്ടേ ഞാൻ. എന്നിവളെ കഥയിലെ ഊറിപ്പോൾ തമനിവളെ നാണിച്ചു നിൽക്കുന്ന റോജാവേ നോക്കി രസിക്കുന്നു മണവാളൻ. നാണിച്ചു നിൽക്കുന്ന റോജാവേ നോക്കി രസിക്കുന്നു മണവാളൻ. ആ തകതകതെയ്താരോ തകതെയ്താരോ തകതെയ്താരോ തകതെയ്താരോ.